Hello guys, welcome back to the video. So, in this video, 25,000 rupees in 5 best camera centric smartphones. So, video like subscribe to the നിങ്ങൾ കേട്ടിട്ട് മടുത്തായിരിക്കും നല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ X7 Pro. സോ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ വിത്ത് ഒരു കിടിലം പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz 1.5K ക്രിസ്റ്റൽ റോസ് ആമോലെഡ് ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 8400 Ultra എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസിനെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നമ്മുടെ മീഡിയാടെക് Dimensity 8300 Ultra വെച്ച് വരുന്ന പോക്കോയുടെ ഒരു സ്മാർട്ട് ഫോൺ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. IP58 സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ LPDDR5Xും UFS 4.0യും കിട്ടുന്നുണ്ട്. ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കൂടെ തന്നെ ഒരു കിടിലം പെർഫോമൻസും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു എണ്ണൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256GB RAM വേരിയൻറ്റ് 23,900 rupeesനൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 23,150 rupeesന് വാങ്ങാവുന്നതാണ്. സോ 25,000 rupeesന് താഴെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നത്തിങ് ഫോൺ 3A അല്ലെങ്കിൽ 3A Pro അതൊക്കെ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ നത്തിങ് ഫോൺ 2Aയും 20,000 rupeesന് താഴെയാണ്. സോ അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus Nord CE4. ഒരു പഴയ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ Full HD Plus AMOLED Pro XDR ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 5500 mAh ബാറ്ററിയൊക്കെയാണ്. പിന്നെ 100 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. സോ 15 അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. LPDDR4Xും UFS 3.1 വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പിന്നെ OnePlusൻ്റെ സ്മാർട്ട് ഫോണാണ്. ഒരുപാട് പേര് OnePlusൻ്റെ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB RAM വേരിയൻറ്റ് 22,998 rupeesനാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ IQ Z9S, Vivo T3 Pro നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IQൻ്റെതാണ്. IQ Z10 അല്ലെങ്കിൽ Vivo T4. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസ് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ Full HD Plus Quad Curved AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. അതായത് ഈ 4 സൈഡും കർവ് ചെയ്ത പരിപാടി. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ്. സോ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ബാക്ക് ക്യാമറയിൽ നിന്ന്. സോ രണ്ട് ക്യാമറയിലും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7300 mAh ഒരു M1 ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. LPDDR4Xും UFS 2.2 വരുന്നത്. അത് ഒരു ഡീമെറിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും UFS 2.2 ഒക്കെ കുറവാണ്. സോ നമ്മുടെ IQ Z10ൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128GB RAM വേരിയൻറ്റ് 21,998 rupeesനൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 19,748 rupeesന് വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ Vivo T4ൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 128GB RAM വേരിയൻറ്റ് 21,999 rupeesനാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 19,474 rupeesന് വാങ്ങാവുന്നതാണ്. ഇന്നത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H60 Fusion. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K POLED Quad Curved ഡിസ്പ്ലേ ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ 4 സൈഡും കർവ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സാണ്.
പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7400 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോണോ ഒക്കെ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിക്കാണ് വരുന്നത്. 68 വാട്ട്സിൻ്റെ ടർബോ പവർ ചാർജറൊക്കെയാണ്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 15 വരുന്നത്. IP68, 69 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സോ ഈ സാധനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 256 GB ROM വരുന്നത്. ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ സാധനം 21,776 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T3 Ultra. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു കിടിലം പെർഫോമൻസ്, നല്ലൊരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേക്കാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 9200+ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. സോ രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 8+ 128 GB ROM വരുന്നത് 29,968 റുപ്പീസാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 28,716 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ Neo 10R. സോ ഒരു കിടിലം പെർഫോമൻസിന് നല്ലൊരു ക്യാമറ ക്വാളിറ്റിക്ക് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 144 ഹെർട്സിൻ്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ Snapdragonൻ്റെ 8th Gen 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു കിടിലം പെർഫോമൻസും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്, 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6400 mAh ബാറ്ററിയാണ്. പിന്നെ 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256 GB ROM വേരിയൻറ്റ് 28,999 റുപ്പീസിനാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 27,499 റുപ്പീസിന് വാങ്ങും. സോ ഇതൊക്കെയാണ് 25,000 റുപ്പീസ് വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ടെക് വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റേ വീഡിയോയിൽ കാണും വരെ ബൈ.